റെസ്പിറേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? പെട്ടെന്ന് വാ. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പ്രോസസ് ഗിവൺ ഇൻ ദ ഫിഗർ. ഇതേതാ പരിപാടി? ക്രബ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ, TCA സൈക്കിൾ, ഏതേതായാലും മാർക്ക് ഉണ്ട്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട്സ് മാർക്ക്ഡ് ആസ് A, B, C ആൻഡ് D. ABCD ഫില്ല് ചെയ്യാൻ നോക്ക്. ABCD. കുട്ടികൾക്ക് എപ്പോഴും ഇവിടെ മാറാറുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ആലോചിക്കുക, ഇവിടെ കാർബൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ബ്രാക്കറ്റിൽ കാർബൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 6 കാർബൺ ആണ്. 6 കാർബൺ സിട്രിക് ആസിഡ് എപ്പോഴും ഓർമ്മ നിൽക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പൊ എ ഏതാ വരിക? സിട്രിക് ആസിഡ് ആണ് വരിക. ഞാൻ C എന്ന് എഴുതുന്നുള്ളൂ, സിട്രിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏതാ വരിക? സക്സിനിക് ആസിഡ്. ബിന്റെ സ്ഥാനത്ത് ഏതാ വരിക? സക്സിനിക് ആസിഡ്. അതുപോലെ തന്നെ ഇവിടെ C എന്നുള്ളിടത്ത് മാലിക് ആസിഡ് വരിക. നിങ്ങൾക്കറിയാം മാലിക് ആസിഡ്. ആൻഡ് ഫൈനലി ഡിയിലേക്ക് ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്കെ, ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രമേ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 6 കാർബൺ സിട്രിക് ആസിഡ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കറിയാം സിട്രിക് ആസിഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അസറ്റൈൽ കോഎൻസൈമെയും അതുപോലെ തന്നെ ഓക്സാലോ അസറ്റിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് സിട്രിക് ആസിഡിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്കതറിയാം. അപ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡ് ആക്ച്വലി തുടങ്ങുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, സക്സിനിക് ആസിഡ്, അതുപോലെ തന്നെ മാലിക് ആസിഡ്. ഓക്കെ.